ഇപ്പോൾ INL പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയപ്പോൾ പോലീസ് ഇടപെടുകയും അവരോട് ഇത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ ചില കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് ആക്ഷൻ എടുത്തു. ആ പോലീസ് ആക്ഷൻ കേരള നിയമസഭയിൽ ആക്ഷനെതിരായിട്ട് ഒരടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിച്ചുകൊണ്ട് അന്നത്തെ പട്ടം താണുപ്പുള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ടി ചാക്കോ കോൺഗ്രസ് നേതാവായിരുന്നു. ശ്രീ VD സതീശന്റെ പഴയകാലത്തെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേതാവായിരുന്നയാളാണ്. തുടർന്ന് അദ്ദേഹം ചില കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ്. പി ടി ചാക്കോ കോൺഗ്രസ് നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു രേഖ കേരള ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു 1961 മാർച്ച് മാസം 3-ാം തീയതി. ഈ ഗസറ്റിനകത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കോടതിയുടെ തീരുമാനം ഫാറൂഖ് കോളേജിന്റെ കൈവശമാണ് ഈ സ്ഥലം ഇരിക്കുന്നത് എന്നാണ്. ഗവൺമെന്റിന്റെ തീരുമാനവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ ചിറ കെട്ടുന്നതും അതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അനുവദനീയമല്ല. ശരി, INL അവരുടെ നിലപാട് വ്യക്തമാക്കിയാണ്.